നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ രാജ്യത്ത് ആകമാനം വരുന്ന 15% മുസ്ലിം ജനതയെ ഭീതിയിലേക്ക് ആഴ്ത്താനുള്ള ഓരോ നിയമ നടപടിക്രമങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാർ ഓരോ ദിവസവും അവലംബിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ തന്നെ എതിർക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ സംവിധാനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ നടത്തി പ്രത്യേകമായ വൈരാഗ്യ ബുദ്ധിയോടുകൂടി മോദി സർക്കാർ അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു എന്ന് പറഞ്ഞ് ധൃതംഗ പുളകിതരായി ഇരിക്കുമ്പോഴാണ് അടുത്ത മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവാദമായ കർഷക നിയമം നമുക്കറിയാം. പഞ്ചാബിലും ഹരിയാനയിലുമുള്ള കർഷകർ അതിശക്തമായി പ്രതിഷേധിച്ചപ്പോൾ ഡൽഹിയിൽ നടന്ന ഐതിഹാസിക സമരത്തിനൊടുവിൽ നരേന്ദ്രമോദിക്ക് പിൻവലിക്കേണ്ടി വന്ന ആ സാഹചര്യം, അതിനേക്കാൾ ശക്തമായുള്ള സമര പരിപാടികളാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നിയമ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് 3 സംസ്ഥാനങ്ങളിലെ സർക്കാർ കൃത്യമായി കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര സർക്കാർ ഈ നിയമ നടപടി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫട്നാവിസ് നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഇത് പ്രായോഗികമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉത്തർപ്രദേശിൽ അത് നടപ്പിലാക്കാൻ പരിപൂർണമായി യോഗി തയ്യാറാകുമ്പോൾ മുസാഫറാബാദിലും നിരവധിയായ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന സമര പരിപാടികൾ പോലീസിനോ ഈ രാജ്യത്തെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യൻ ജനതയിൽ വലിയ രീതിയിൽ വെറുപ്പും വിദ്വേഷവും കോരിച്ചൊരിയാൻ അവസരമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് പക്ഷപാത രാഷ്ട്രീയം കൃത്യമായി ഉപയോഗിക്കുന്നതിന് കോൺഗ്രസ് പ്രസ്ഥാനം എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജി ജീവിച്ചിരിക്കെ ഈ നിയമം നടപ്പിലാക്കാൻ BJPക്ക് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മമതാ ബാനർജിയുടെ സംസ്ഥാനം എന്ന രീതിയിൽ തന്നെയാണ് ബംഗാളിൽ BJPക്ക് കാലൂന്നാൻ പോലും കഴിയില്ല. 75 നിയമസഭാ സാമാജികരുണ്ടെങ്കിലും സുവേദു അധികാരിക്കൊന്നും പ്രത്യേകമായ അധികാരമൊന്നും ബംഗാൾ ജനത നൽകിയിട്ടില്ല, ഇനി നൽകാനും ഒട്ടും ഉദ്ദേശിച്ചിട്ടുമില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. അതായത് വിവിധ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുമ്പോൾ ബില്ല് പിൻവലിക്കാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളത് മോദിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. ഈ രാജ്യത്ത് തന്നെ ദക്ഷിണേന്ത്യയെന്നും ഉത്തരേന്ത്യയെന്നും തരംതിരിക്കാൻ സാമ്പത്തികപരമായും മറ്റ് രീതികളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതി സ്വതേ പ്രകടമാകുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതായത് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അസന്തുലിത അവസ്ഥ സൃഷ്ടിക്കുക, അതുവഴി വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്ന BJPയുടെ തന്ത്രങ്ങളെ കൈമെയ് മറന്ന് പ്രവർത്തിച്ച് ഒരുമിച്ച് ചേർക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷ് കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യം എങ്ങനെയായിരുന്നോ സംജാതമായിരുന്നത്, ബ്രിട്ടീഷ് വൈദേശികരെ തകർത്തെറിയാൻ കൃത്യമായി കോൺഗ്രസ് സ്വീകരിച്ച അഹിംസാ മാർഗം അത് ഒന്നുകൂടി മെച്ചമായ രീതിയിൽ മുസ്ലിങ്ങളുടെ സ്വത്തും അവകാശങ്ങളെയും ഹനിക്കുന്ന ഈ വിവാദ നിയമം എല്ലാ രീതിയിലും ചവറ്റുകുട്ടയിൽ തള്ളാൻ മതേതര ഭാരതം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.